ഹേ ഗായ്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? കുറേ നാളായിട്ട് ആൾക്കാർ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, വേറൊന്നുമല്ല, ലെൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ എല്ലാവരും ചോദിച്ച മടുത്ത് ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അതായത് കുറേ നാളെന്ന് പറയുമ്പോഴത്തേക്ക് ലെൻസ് എടുത്ത ദിവസമായിട്ട് ചോദിക്കുകയാണ്. ലെൻസ് എടുത്തിട്ട് ഇന്നേക്ക് ദിവസം ഒരു വർഷമായി. ഒരു വർഷം ആയപ്പോഴത്തേക്കാണ് ആൾക്ക് ബോധോദയം ഉണ്ടായത്. അയ്യോ, ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഇതിൻ്റെ യൂസർ റിവ്യൂ ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന്. അതങ്ങനെയൊന്നുമല്ല, ഞാൻ എടുത്ത ഉടനെ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിനെ പറ്റി പറയാൻ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നേനെ. അപ്പം നിങ്ങൾക്ക് പിന്നെ എൻ്റെ മോന്ത കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് നല്ലതും ചീത്തയും ഒരു ചീത്ത സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്, അതും കൂടി ഞാൻ ചേർത്താണ് ഈ വീഡിയോയിൽ പറയാൻ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പറയാമെന്ന്. അപ്പോൾ നിങ്ങൾക്കല്ലേ എൻ്റെ ലാഭം, രണ്ടോട്ട് തന്നെ കാണേണ്ട ഒറ്റ ഇതിൽ തന്നെ നല്ലതും ചീത്തയും എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പോകുന്നതിന് മുമ്പ് ഈ കണ്ണാടി കണ്ടോ? കണ്ണാടിനെ പറ്റി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. സോറി, കണ്ണാടിയല്ല, കണ്ണട. അതെനിക്കറിയാം. പഴയ കണ്ണട വയ്ക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, അയ്യേ കൊള്ളൂല, ഒരുമാതിരി പന്ന സാധനം, പഴയ ഓൾഡ് ഫാഷനാണെന്ന്. അതുകൊണ്ട് ഞാൻ എന്താ കണ്ണട മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ലെൻസ് കാർട്ടിൽ നിന്ന് എടുത്താണ്. ഇതിന്റെ റേറ്റ് പറഞ്ഞത് രണ്ടെണ്ണം ഒരുമിച്ചാണ് എടുത്തത്. ഓഫറായിരുന്നു. അതുകൊണ്ട് ഒരുമിച്ച് ലെൻസും ഫ്രെയിമും എല്ലാം കൂടെ, അതായത് എൻ്റെ ഈ ലെൻസും കൂടെ ചേർത്തിട്ടാണ്. ഇത് രണ്ടും കൂടെ 5000 സംതിങ് അല്ലേ? അത് വിത്ത് എന്തൊക്കെയോ മറ്റേ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്തോ ഒരു കോട്ടിംഗ് ഒക്കെ വരുമല്ലോ, അതിന്റെ പേര് UV പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ എല്ലാ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഒരു ഇതാണ്. രണ്ടെണ്ണം കൂടെ എടുത്തപ്പോഴത്തേക്ക് 4000 സംതിങ്. അതും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്നപ്പോ ലെൻസ് കാർട്ടിൽ നിന്ന് എടുത്തതാണ് 2000 സംതിങ്. അല്ല, ഒരെണ്ണത്തിന് 2000, അത് മൊത്തം 4000. ഇനി ഇത് ഞങ്ങളുടെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കും കൂടെ എടുക്കാൻ പോകണമെന്നൊക്കെ പറയണ കേട്ടിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ലെൻസിനെ പറ്റി അറിഞ്ഞാലോ? അപ്പോൾ ഗായ്സ്, ഇതാണ് ലെൻസ്, ഇതതിൻ്റെ സൊല്യൂഷൻ. ഇത് രണ്ടാമത്തെ സൊല്യൂഷനാണ്. എങ്ങനെയാണ് ഞാൻ രണ്ടാമത്തെ സൊല്യൂഷനിൽ എത്തിയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടാൽ മനസ്സിലാവും. ഒരു ലെൻസിന്റെ കാലപരിമിതി എത്രയാണെന്ന് പറയാമോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ലെൻസ് എന്ന് വെച്ചാൽ 1 വർഷത്തിൻ്റെയാണ്. കറക്റ്റ് 1 വർഷം. അതായത് ഇന്നും കൂടി എനിക്കിത് യൂസ് ചെയ്യാം, അത് കഴിഞ്ഞാൽ യൂസ് ചെയ്തുകൂടാ. ഇതിപ്പോൾ 1 മന്ത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, 1 ഇയർ 6 മന്ത്, അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എപ്പോൾ എന്ന് വെച്ചാൽ എടുക്കാം. ഞാൻ ആക്ച്വലി 1 മാസത്തിന് എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ 1 മാസത്തിന് കിട്ടിയില്ല, എനിക്ക് 1 ഇയറിൻ്റെയാണ് കിട്ടിയത്. അപ്പോൾ 1 വർഷം എനിക്ക് സുഖമായിട്ട് യൂസ് ചെയ്യുന്നത് തോന്നി. ഇത് ഒരു ദിവസത്തിൽ എത്ര സമയം വരെ ഉപയോഗിക്കാം? നമുക്ക് 8 മണിക്കൂർ, 8 അല്ലെങ്കിൽ കൂടി പോയ 10 മണിക്കൂർ, അതിന് കൂടുതൽ നമുക്ക് ലെൻസ് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും കണ്ണട യൂസ് ചെയ്യണം. അപ്പൊ അതായത് ഇത് ലെൻസ് കയ്യിലുണ്ടെങ്കിലും ഒരു സ്പെയർ എപ്പോഴും ഗ്ലാസ് കരുതി വെക്കണം. കാരണം 10 മണിക്കൂറിന് കൂടുതൽ നമ്മൾ ലെൻസ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മുഖം കഴുകാൻ പാടില്ല, കണ്ണുറിയാൻ പാടില്ല. പിന്നെ ഭയങ്കര ചൂടുള്ള സ്ഥലത്തൊന്നും പോയി ഇത് വെച്ചുകൊണ്ട് പോയി നിൽക്കരുത്. പിന്നെ കണ്ണ് നമുക്ക് നേരെ തുറക്കാൻ പറ്റും. ഒരുമാതിരി പുകഞ്ഞ് ഒരുമാതിരി ഇറിറ്റേഷൻ ഉണ്ടാവും നമ്മുടെ കണ്ണിൽ. അതായത് കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ വീട് പണിയൊക്കെ മൊത്തം ആയതുകൊണ്ട് അധികം നാൾ വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം പൊടിയൊക്കെ അടിച്ചാൽ ഇത് പിന്നെ ഭയങ്കര പാടായിരിക്കും. വളരെ ചുരുക്കം ഉപയോഗിച്ച ഒരു ലെൻസ് ആണ് ഇതല്ലേ? സെക്കൻഡ് ഹാൻഡ് വിലക്ക് വിറ്റാലോ? ഡോക്ടർ യൂസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറ്റൂല. കാരണം ഇത് പവർ എന്റെ പവറിന്റെ അല്ലേ. കാരണം എന്റെ എന്ന് വെച്ചാൽ 2 സംതിങ് അത്രയും ഉണ്ട്. ഇത് 2 സംതിങ് എന്ന് വെച്ചാൽ ഒരു ലെൻസിനെ സംബന്ധിച്ച് അത് ഏറ്റവും മാക്സിമം. അതായത് ഇത്രയും കട്ടിയുള്ള ലെൻസ്, ഇതിൽ കൂടുതൽ ഇനി പവർ മാറിക്കഴിഞ്ഞാൽ ലെൻസേ വെക്കാൻ പറ്റൂല എന്നാണ് ഡോക്ടർ എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ മാക്സിമം കണ്ണിന്റെ കാഴ്ചയുടെ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ നോക്കണം കേട്ടോ. അധികം ഫോണൊന്നും യൂസ് ചെയ്യരുത്. എനിക്ക് പിന്നെ ജന്മന അടിച്ചു പോയതാണ്. എനിക്ക് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് കണ്ണട വെക്കുന്ന ഒരാളെന്ന് പറയുന്നത് മാളുവാണ്. ഇവളാണ് നമ്മുടെ വീട്ടിൽ കണ്ണട ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ 5ാം ക്ലാസ് തൊട്ട് വെച്ച് തുടങ്ങി. 5ാം ക്ലാസ്സിൽ ഒരു ബാർബിയരെ പോലത്തെ ഒരു കണ്ണാടി, ഡോറയുടെ ഒരു ഇത്തിരി ഉണ്ടായിരുന്നു, വലിയ കട്ടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓരോ വർഷം കഴിയുന്നതോറും എന്റെ ഗ്ലാസിന്റെ കട്ടി കൂടി കൂടി വന്നു. ഐഫോൺ ഓരോ വർഷം കഴിയുമ്പോൾ ഐഫോൺ 7, 8, 10, 11, 12 അങ്ങ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാള് ഓരോ വർഷത്തിലും ഇങ്ങനെ കണ്ണട അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഓരോ വർഷം തോറും കണ്ണടയുടെ തിക്നെസ് ഇങ്ങനെ കൂടി വരുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കാഴ്ച കുറഞ്ഞു വരുന്നു എന്നതാണ്. ഇനി ഉടനെ ലേസർ ചെയ്യണം. പച്ചക്കുതിരയില് ദിലീപില്ലേ, അതുപോലെ ആവാറേ. അതിനുമുമ്പ് ഞാൻ അപ്പൊ ഇപ്പോഴത്തെ ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എല്ലാ രണ്ടും ഒരേപോലെ വരുന്നതാണ്. അതായത് മറ്റേ കാഴ്ചയുടെ ആ ഒരു സാധനം മാത്രം എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ തള്ളിക്കാണ്. അതിന് വേറെന്തോ പറയുന്നത്, എന്തോ ഒരു ടേം പറയാറുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ അതായത് വായിക്കുന്നതിന്റെ ആ പോർഷൻ മാത്രം ബൾജ് ചെയ്തിരിക്കാതെ എല്ലാം ഒരേപോലെ ഇരിക്കും. അങ്ങനെ എന്തോ ഒരു ടേം പറയും. ഓക്കെ, അപ്പം ഇത്
ഇത് എല്ല് ലെഫ്റ്റിൻ്റെത്, ഇത് റൈറ്റിൻ്റെ. അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. രണ്ടായിട്ട് തരും, അല്ലെങ്കിൽ അവരിവിടെ മറ്റേ അടപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ലെൻസ് ഒന്ന് എടുത്ത് കാണിക്കാമോ? പിന്നെന്താ. പക്ഷേ ഒരു കാര്യം, ലെൻസ് യൂസ് ചെയ്യുന്ന മുമ്പ് നമ്മൾ എപ്പോഴും കൈ നല്ല രീതിയിൽ കഴുകണം, സോപ്പിട്ട് കഴുകണം. ഞാൻ കഴുകിയിട്ടാണ് ഇത് തൊടുന്നത്, അല്ലാതെ തൊടരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. യെസ്, അത് നോക്കൂ. അല്ല പുറത്തെടുക്ക, ഇതാണ് സാധനം. ഒരു ഉള്ളിത്തോലിന്റെ അത്രേ ഉള്ളൂ ഗൈസ്, വെറും ഒരു ഉള്ളിത്തോലിന്റെ അത്ര. ഇതാണ് സാധനം. ഇത് വെറും പ്ലെയിൻ കളർ. ഇത് പ്ലെയിൻ കളറൊന്നും അല്ല. കളർ ആകുമ്പോ ചിലപ്പോ തന്നെ റേറ്റ് ഒക്കെ മാറുമായിരിക്കും. ഇതിന്റെ റേറ്റ് പറഞ്ഞത് എത്ര കേട്ടാ? ഇത് എനിക്ക് ഓർമ്മയില്ല, ഒരു വർഷമായില്ലേ, 2700. 2000 എത്രയ്ക്ക്? അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ പവർ അനുസരിച്ച് ചിലപ്പോ റേറ്റിലും വ്യത്യാസം വരും. ബ്രൗൺ കളർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വില. അതിന് കളർ അനുസരിച്ച് അതിനും മാറ്റം വരും. ഞാൻ ഇപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള സാധനം ഞാൻ ഇടാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. നമ്മൾ കണ്ണിങ്ങനെ തുറന്നിട്ട് കൃഷ്ണമണി മണ്ടയിലോട്ട് നോക്കിയിട്ട് വെള്ളയിൽ വെക്കണമെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെന്താ, സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കണ്ണിന്റെ എല്ലാം കൂടെ അടിച്ചു. അയ്യോ, ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര എക്സ്പേർട്ടാ. എന്താ ചില സമയത്തൊക്കെ ഇങ്ങനെ തന്നെ, ചിലപ്പോൾ ഒറ്റ അറ്റംപ്റ്റിലെല്ലാം റെഡി ആയൊന്നും വരൂല. എന്നിട്ട് മുകളിലോട്ടായ ഇത് വെക്കാൻ എന്തൊക്കെയോ ടൂളൊക്കെ ഉണ്ട് കേട്ടോ. ആ ടൂളല്ല, ഇങ്ങനെ എന്ത് ഓരോരുത്തർ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കണം. അയ്യോ എൻ്റെ ഐലൈനർ എന്തോ ആവൂല. വാട്ടർ പ്രൂഫ് അത് വെക്കണം. ആദ്യം വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ. ഫസ്റ്റ് ടൈം നമ്മൾ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ണിൽ കുറച്ച് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന്. താങ്കൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോ ഇങ്ങനെ നീ അവനെ നോക്കിക്കോ, ഒരച്ചോണ്ട് നോക്കടാ. അതേപോലെ എനിക്ക് അങ്ങനെ വെച്ചാൽ വലിയ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. സിമ്പിളായിട്ട് വെക്കാനൊക്കെ പറ്റും. ഞാൻ എക്സ്പേർട്ട് തന്നെയാണ്. അതല്ല, വെക്കുന്ന സമയത്ത് ഇച്ചിരി മറ്റേ സൊല്യൂഷൻ കണ്ണിലോട്ട് പോകുമ്പോ ഒരുമാതിരി ഇത്തിരി ഇതൊക്കെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഈ ഒരു വർഷം ഇത് ഉപയോഗിച്ചുള്ള യൂസർ റിവ്യൂ ഒന്ന് മൊത്തത്തിൽ ഒന്ന് പറയാമോ? ഇനിയുള്ള പ്രേക്ഷകർ അല്ലെങ്കിൽ ഇനിയുള്ള ആൾക്കാർ ലെൻസ് വെക്കാൻ പ്രിഫർ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വിവരിക്കാമോ? ബുദ്ധിമുട്ട് പറയാന്ന് വെച്ചാൽ ഇത് നമ്മളൊരു കൊച്ചിനെ നോക്കും പോലെ നോക്കണം. കാരണം ഉറങ്ങുമ്പോഴ് കിടക്കുമ്പോഴും ഒന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ലെൻസ് യൂസ് ചെയ്യുകയാണ്, ലെൻസ് അല്ല, നമ്മളിപ്പോൾ കണ്ണട യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്കത് എപ്പോൾ വേണോ യൂസ് ചെയ്യാം. ഒരു റഫായിട്ട് യൂസ് ചെയ്യാം. റഫായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കണ്ണിലൊരു പൊടി വീണ നമുക്ക് മാറ്റി വെച്ചിട്ട് മുഖം കഴുകിയ ചൊറിയ എന്ത് വേണോ നമ്മുടെ അനുസരിച്ച് ചെയ്യാം. പക്ഷെ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ കണ്ണിലൊരു പൊടി വീണ ആദ്യം നമ്മൾ ഓടിച്ചെന്ന് കൈ നല്ല സോപ്പിട്ട് കഴുകി വന്ന് ആദ്യം ലെൻസ് ഊരി മാറ്റിയിട്ടേ മുഖം കഴുകാനോ ചൊറിയാനൊക്കെ പറ്റുള്ളൂ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. എന്ന് വെച്ചാൽ പൊടിയൊന്നും അടിക്കാതെ ചുമ്മാ AC-ലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ലെൻസ് യൂസ് ചെയ്യാം. ഡെയിലി ലൈഫിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ലെൻസ് യൂസ് ചെയ്യാൻ, അത്ര നല്ലതൊന്നും അല്ല. ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ണിൽ പൊടിയൊക്കെ വീണ പാടായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ 10 മണിക്കൂറിന് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ലേ. നമുക്ക് കണ്ണട എന്ന് വെച്ചാൽ എത്ര മണിക്കൂർ 24 മണിക്കൂർ യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അത് വെച്ച് ഞാൻ കിടന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കണ്ണട വെച്ചിട്ട്. പക്ഷെ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയും കണ്ട് ചെയ്തില്ലെങ്കിൽ അവസാനം ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. പിന്നെ ഈ ലിക്വിഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് നമ്മൾ ലെൻസിൽ ഒരു 2-3 ദിവസം ഇടവിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ലെൻസ് യൂസ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ലെൻസിൽ നിന്ന് ഈ ലിക്വിഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണെന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എന്തായാലും മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇതിന് മുമ്പ് വേറൊരു ലിക്വിഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് ഞാൻ പറയാൻ പോണേ. ഇത് എൻ്റെ സെക്കൻഡ് ലിക്വിഡാണ്. ഫസ്റ്റ് ഞാൻ ഒരു ലിക്വിഡ് യൂസ് ചെയ്തത്, അതായത് നമ്മൾ വയനാട് പോകുന്ന സമയത്താണ് ഒരെണ്ണം മേടിച്ചത്. അത് തന്നെ ഞാനൊരു 5-6 മാസം അല്ല, ഒരു ഒക്ടോബർ വരെയൊക്കെ ഞാൻ ആ ഒരു ലിക്വിഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മൾ റീൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ലെൻസ് വെച്ചുകൊണ്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണാണെങ്കിൽ ഭയങ്കര രീതിയിൽ ചുമന്ന് മറ്റേ കണ്ണിൽ കൂടെ ഇങ്ങനെ കുടുകൂടാ വെള്ളം വരും എന്ന് പറയില്ലേ, അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഒരു 2 സെക്കൻഡ് കൂടുതൽ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാതെ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്താ കണ്ണേ തീരെ തുറക്കാൻ അത്രയെന്നു വെച്ചാൽ കണ്ണിങ്ങനെ ചുമന്ന് കയറിക്കൊണ്ട് ഭയങ്കര നീറ്റലും പോരാത്തിന് ഇങ്ങനെ വെള്ളവും കൂടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ലെൻസ് ഊരി. അപ്പോൾ കുറച്ച് എന്ന് വെച്ചാൽ ഒരു
പകുതി ആശ്വാസം കിട്ടിയെന്ന് പറയില്ല, അതേപോലെ പകുതി ആശ്വാസം കിട്ടി. അതിനുശേഷം പിന്നെ എന്ന് വെച്ചാൽ കണ്ണിൽ പിന്നെ ഇങ്ങനെ വെള്ളം വന്നു പിടിക്കണം. അപ്പൊ അച്ഛനാണെങ്കിൽ ഒരു ആയുർവേദ മരുന്ന് കണ്ണിൽ ഒഴിക്കണേ, അത് ഇളനീർ കുഴമ്പ് അങ്ങനെ എന്തൊരു ഒരു സംഭവം എടുത്തു. അതാണെങ്കിലോ ഒടുക്കത്തെ നീറ്റിലാണ്, ഒരു തുള്ളി കണ്ണിപ്പെട്ട അത് ഒടുക്കത്തെ നീറ്റിലാണ്. പക്ഷെ നീറ്റിലൊന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ണുനീരുണ്ടായിട്ട് അകത്ത് കിടക്കുന്ന പൊടി ഇതെല്ലാം കൂടെ എടുത്ത് കളയും. കണ്ണുനീരായിട്ട് അങ്ങ് പൊക്കോളും. കുറച്ചു നേരം അതിന്റെ വേദന സഹിച്ചാൽ മതി, പിന്നെ കണ്ണ് ഓക്കെ ആയിക്കോളും. പിന്നെ അത് ഓക്കെ. പിന്നെ നമ്മൾ ഒരു ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴും ഞാൻ ഈ സാധനം എടുത്ത് വെച്ച്. അപ്പോഴും പിന്നെ ഈ ലെൻസ് വയ്ക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ എന്താണ് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ ഇതേപോലെ ഊരി മാറ്റി കണ്ണിങ്ങനെ 2-3 ദിവസം ചുമന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ മേടിച്ച്, അതായത് ഈ ലെൻസ് എവിടെ നിന്നാണോ എടുത്ത അവിടെ കൊണ്ട് നമ്മൾ സംഭവം കാണിച്ചിട്ട് ഇങ്ങനെയാണ് പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അത് ലിക്വിഡിൻ്റെ പ്രശ്നമായിരിക്കും, ലിക്വിഡ് മാറ്റിയാൽ തീരാവുന്നതേ ഉണ്ടെന്ന് പറഞ്ഞാൽ. അല്ലാതെ അവർ ലെൻസ് മേടിച്ച് നോക്കുക, അത് ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്തില്ല. ലിക്വിഡ് മാറ്റി തൻ്റെ പുതിയ ഈ ഒരു പെട്ടിയിൽ എനിക്ക് ഇട്ട് തന്നു, ഈ ഒരു സൊല്യൂഷനും തന്നു. ഞാൻ വന്ന് അന്ന് ഞാൻ പിന്നെ വെച്ചാൽ കണ്ണിൽ ഇത് എടുത്ത് വെച്ചില്ല. പിന്നെ നമ്മൾ എപ്പോഴും റീല് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും ഈ സാധനം എടുത്ത് വെച്ചപ്പോഴും പഴയ പോലെ എൻ്റെ കണ്ണിങ്ങനെ ചുമന്ന് തുടുത്ത് ആപ്പിൾ പോലെ ആവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല. അന്ന് തന്നെ ഞാനിത് എന്ത് ചെയ്തു, വീഡിയോ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടിട്ട്. അപ്പോൾ കുറേ പേര് കണ്ടിട്ട് അവർ കുറേ സജഷൻ പറഞ്ഞെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് ഇത് ലെൻസ് വെച്ചുകൊണ്ടായിരിക്കും പ്രശ്നം വരാം അങ്ങനെ പറഞ്ഞു. പിന്നെ ചിലവർ പറഞ്ഞ് ലിക്വിഡിൻ്റെ എന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ലിക്വിഡായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഞാൻ അവരുടെ അടുത്ത് നോക്കിയപ്പോൾ അവർ നോക്കിയപ്പോൾ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞില്ല. അത് ഞാൻ കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവരും പറഞ്ഞാണ് പിന്നെ ലിക്വിഡിൻ്റെ വല്ല പ്രശ്നമായിരിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ കുറേ പേര് ആ കണ്ണടിച്ചു അങ്ങ് നന്നായി എന്ന് പറഞ്ഞവരും ഉണ്ട്, അതില്ലെന്നല്ല, അത് കാണുമല്ലോ. അങ്ങനെ സ്റ്റോറി കിട്ടപ്പോൾ കുറേ പേരൊന്നും. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ചിലപ്പോൾ ലെൻസിന് ഇൻഫെക്റ്റഡ് ആയിരിക്കുക എന്ന് പറഞ്ഞ് പിന്നെ എന്ത് ചെയ്തു, പിറ്റേ ദിവസം തന്നെ നമ്മൾ പിന്നെയും കടയിലോട്ട് പോയി. ആ സമയത്ത് എൻ്റെ കണ്ണാണെങ്കിൽ ചുമന്നിരിപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അവർ നോക്കിയപ്പോൾ കണ്ണ് ചുമന്നിരിക്കണം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ആകെ പറഞ്ഞു, അപ്പോൾ ലെൻസിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കും, നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവർ ലെൻസൊക്കെ എടുത്ത് നോക്കും, അല്ലെങ്കിൽ സൊല്യൂഷൻ പിന്നെയും മാറ്റുക, ഒന്നും ചെയ്തില്ല. ഈ രണ്ടാമത്തെ പോട്ട് സൊല്യൂഷൻ തന്നാൽ പൈസ ഒന്നും മേടിച്ചില്ല, ഫ്രീ ആയിട്ട് തന്നെ. അങ്ങനെ നമ്മൾ പിന്നെയും വീട്ടിലോട്ട് വന്നു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് പറ്റിയില്ല. കാരണം നമ്മളെന്ന് വെച്ചാൽ 1 ഇയർ ഗ്യാപ്പ് ഇട്ടാണ് നമ്മളിപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകണം. അപ്പോൾ അതിന് ചേട്ടൻ പറഞ്ഞ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പോകണമെന്ന് വെച്ചാൽ ഡിസംബറിൽ മറ്റേ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ആഴ്ചയിൽ എപ്പോഴാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. അതുവരെ ഞാൻ ഈ ലെൻസ് യൂസ് ചെയ്തിട്ടുമില്ല. പക്ഷേ അപ്പോഴാണെങ്കിൽ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ സൊല്യൂഷൻ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ അവരെങ്ങാനും നോക്കുമ്പോൾ ഒരേ സൊല്യൂഷനിലിട്ട് അങ്ങനെ ഒരു പ്രശ്നം ആവുണ്ടാകുന്നത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൊല്യൂഷൻ മാറ്റിക്കൊണ്ടിരിക്കും. യൂസ് ചെയ്തില്ലെങ്കിൽ ഞാൻ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഡിസംബറിൽ മറ്റേ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിക്കണം. ഞാൻ വലിയ കാര്യത്തിന് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കണം. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എനിക്കൊരു ഐഡിയ തോന്നിയത്. ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ലെൻസ് വയ്ക്കുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ചേട്ടാ നമുക്ക് പോകും മുമ്പ് ലെൻസ് വെച്ചാൽ കണ്ണ് ചുമന്ന് വരുമല്ലോ, അപ്പോൾ അത് നമുക്ക് തെളിവായിട്ട് ഡോക്ടറിനെ കൊണ്ട് കാണിക്കാം, പറയാം. അപ്പോൾ ഡോക്ടറെങ്കിലും ഈ ലെൻസ് മേടിച്ച് നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കണ്ണിലെല്ലാം കുഴപ്പമൊന്നും പറയുന്നു. ഒരേ വൈബുള്ള സിബ്ലിംഗ് ആണെന്ന് തോന്നുന്നു. എൻ്റെ മണ്ടത്തരം കേട്ടിട്ട് ചേട്ടൻ പറഞ്ഞു, അതെങ്കിൽ നല്ലതായിരുന്നു, നീ ഓടിപ്പോയി ലെൻസ് വെച്ചോളാം ചേട്ടൻ പറഞ്ഞു. ചേട്ടനെ വാക്കും കേട്ട് ഞാൻ ഓടിച്ചെന്ന് ലെൻസ് എടുത്ത് വെച്ച് കാത്തിരിക്കണേ എൻ്റെ കണ്ണൊന്ന് ചുമന്ന് വരാം. ഡോക്ടർ ചെല്ലുമ്പോൾ ഞാൻ കള്ളം പറയണമെന്ന് ഡോക്ടറിന് തോന്നരുതല്ലോ. ലെൻസ് എടുത്ത് വെച്ച് 1 മിനിറ്റ് 2 മിനിറ്റ് അതും 1 മണിക്കൂറായി 2 മണിക്കൂറായി, കണ്ണ് ചുമന്ന് വരണില്ല. എന്താണ് സംഭവം എന്ന് എനിക്കും മനസ്സിലാവണില്ല. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടനും അറിഞ്ഞുകൂടാ. കാരണം ഇത് ചുമന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ ഡോക്ടറിനെ കാണാൻ. ഇത് ഒരു വിധത്തിലും ചുമക്കണില്ല. അപ്പൊ അന്നത്തെ പോക്ക് ഞാൻ ഇടിച്ച് കണ്ണ് ചുമപ്പിച്ചാലോന്ന് വരെ ഞാൻ ആലോചിച്ചു. അതാണ് കാരണം റെഡിയായി നിൽക്കണം. ഇതൊന്ന് ചുമന്ന് ഒരു ഇത്തിരിയെങ്കിലും ചുമന്നിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നും പറഞ്ഞ് നിൽക്കണം. ഒരു വിധത്തിലും ചുമക്കണില്ല, ഒന്നും ചെയ്യണില്ല. അവസാനം അന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്തു. ഇപ്പം ഞാൻ കരുതി റീലെടുക്കുമ്പോൾ ഈ സാധനം വെച്ചാലേ കണ്ണ് ചുമക്കോളെന്ന് കരുതി. നമ്മൾ പിറ്റേന്ന് അത് കഴിഞ്ഞിട്ട് എപ്പോഴും റീലെടുത്തപ്പോൾ ഞാൻ അപ്പോഴും ഒരു ശ്രമം നടത്തി. ഈ ലെൻസ് ഞാൻ വെച്ചിട്ട് വന്നു കണ്ണ് ചുമക്കൊന്ന് കരുതി. അപ്പോഴും ദൈവം അവിടെ എന്നെ കൈമലത്തി കാണിച്ചു. അപ്പോഴും ചുമന്നില്ല. എന്താണ് സംഭവം എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അതിനോട് മറ്റേ രണ്ടാമത് ഈ ഒരു സൊല്യൂഷനിലിട്ട് എന്തായാലും നമ്മൾ ഒരു സാധനത്തിലിട്ട് അതുമായിട്ടൊന്ന് അലിഞ്ഞു ചേരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. അതായിരിക്കാം, ആവാതിരിക്കാം. എന്തോ കുറേ നാൾ ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഇടയ്ക്ക് സൊല്യൂഷൻ മാറ്റി ഈ ഒരു ലെൻസ് ഈ സൊല്യൂഷനായിട്ട് ചിലപ്പോൾ ഒന്ന് മിങ്കിളായി വന്നു ബ്ലെൻഡായി വന്ന്
അപ്പോൾ ആ ഒരു പ്രശ്നം മാറിയെന്ന് തോന്നണേ എനിക്കറിഞ്ഞൂടെ. എന്തായാലും പിന്നെ ഞാൻ അതിനുശേഷം പിന്നെന്ന് വെച്ചാൽ ഡിസംബർ കഴിഞ്ഞ് ഇപ്പൊ ജൂണായി, ഇതുവരെ യൂസ് ചെയ്തിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ആ സൊല്യൂഷന്റെ തന്നെ പ്രശ്നമായിരിക്കും, അത് മാറ്റിയതോടെ തീർന്നു. അപ്പൊ എനിക്ക് നിങ്ങളത് പറയാനുള്ള ഒന്നേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നീ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വലിച്ചു നീട്ടിയത്. ചുരുക്കി പറഞ്ഞു വിടേടി, എന്റെ കാല് കഴിച്ചു വിടരുത്. അല്ല, ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമല്ലോ. അപ്പൊ എനിക്ക് നിങ്ങളത് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമ്മൾ ഫസ്റ്റ് ലെൻസ് മേടിക്കുന്ന സമയത്ത് അവരൊരു സൊല്യൂഷൻ തരും. ആ സൊല്യൂഷൻ കൂടിപ്പോയൊരു 4 5 അതിന് കൂടുതൽ യൂസ് ചെയ്യരുത്. പിന്നെ അവിടുത്തെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ പ്രശ്നം എല്ലാവർക്കും വരണമെന്നില്ല എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ചിലപ്പോൾ ഒരു ലിക്വിഡ് തന്നെ ഇങ്ങനെ ഒരു 5-6 മാസത്തിന് കൂടുതൽ യൂസ് ചെയ്ത കണ്ണ് ചിലപ്പോൾ ഇങ്ങനെ ഇറിറ്റേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ചിലരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, നല്ലതായിരിക്കും. പിന്നെ കൂടുതൽ ലെൻസ് എന്ന് വെച്ചാൽ നമുക്ക് വല്ല പാർട്ടിയിലൊക്കെ പോകുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഈ കണ്ണട വെച്ചുകൊണ്ട് വന്നു വെച്ചാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്, അല്ലാതെ ഡെയിലി ലൈഫിൽ ഈ സാധനത്തെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ല. പിന്നെ പ്രോപ്പറായിട്ടുള്ള പ്രിസ്ക്രിപ്ഷന് ഗൈഡൻസ് ഒക്കെ ആയിട്ട് മാത്രമേ എടുത്ത് ഉപയോഗിക്കാവൂ. ചുമ്മാ എടുത്ത് കണ്ണി കുത്തി കളിക്കരുത്. ഇത് കണ്ണാണ്, സൂക്ഷിച്ചുപയോഗിക്കേണ്ട സാധനമാണ്. പോയി കഴിഞ്ഞാൽ പോയതാണ്. അവസാനം എന്നെ പറയരുത്. അതുകൊണ്ട് ചുമ്മാ ഒരു ഫാഷന് വേണ്ടിയോ ഷോയ്ക്ക് വേണ്ടിയോ ചുമ്മാ ഒന്നും എടുത്ത് ലെൻസ് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ നമുക്കുണ്ടായിരുന്നു. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിലെ പിള്ളേരൊക്കെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് വരുവേ. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം, അയ്യോ അവർ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ലുക്ക്, അപ്പം ഞാനും കണ്ണാടി വെക്കണം, എനിക്ക് കണ്ണാടി വെക്കണം, എനിക്കും. അപ്പം അവരൊക്കെ കണ്ണാടി വെച്ചുകൊണ്ട് വരുമ്പോൾ അയ്യോ അവരെന്തൊരു ലുക്ക്, എനിക്കും കണ്ണാടി വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം എനിക്കും ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ ചിലരൊക്കെ നല്ല ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് 10ാം ക്ലാസ്സിലൊക്കെ ആണെന്നാണ് അല്ലു അർജുൻ്റെ മറ്റേ ആര്യ 2 റിലീസാണ്. അതിലും അല്ലു അർജുൻ്റെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഒരു ലുക്കിന് ഒരു കറുത്ത ബ്ലാക്ക് ഫ്രെയിമുള്ള ഒരു കണ്ണട ഉണ്ടായിരുന്നു. അപ്പം എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, അയ്യോ എനിക്ക് കണ്ണട വെക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ണട വെക്കാൻ സാധിക്കണമെന്ന്. അന്ന് അത് പ്രായത്തിന്റെ ഒരു അബദ്ധമായിരുന്നു കേട്ടാ. അങ്ങനെ ദൈവം എന്റെ പ്രാർത്ഥന അറിഞ്ഞു കേട്ട് അങ്ങനെ പ്ലസ് ടു ഏകദേശം ആയപ്പോഴത്തേക്കും എന്റെ കണ്ണ് ഏകദേശം പടമായി. അപ്പം +2 കഴിഞ്ഞതിന് ശേഷം ലൈസൻസ് എടുക്കാൻ പോയപ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഇതിന് അറിയുന്നത്. അപ്പം അന്ന് അതായത് 2014 വെക്കാൻ തുടങ്ങിയാണ്. ഇന്ന് 2025 ഇതുവരെയായിട്ട് അതിന് ഒരു മാറ്റമില്ല, വെച്ച് തുടങ്ങിയത്. അപ്പം ഒരിക്കൽ കണ്ണാടി വെച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഷോ ഗ്ലാസ് വെച്ചു, അല്ലാതെ ചുമ്മാ കാഴ്ച പോയിട്ട് കണ്ണട വെക്കണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ആരുടെ ഉള്ളിൽ ഉണ്ടാവരുത്. ഇത് ആക്ച്വലി ഇതൊരു കുറവ് തന്നെയാണ് കേട്ടോ. നമുക്ക് അതൊരു അംഗവൈകല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം കണ്ണട ഇല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ കൈ കാണിച്ചാൽ പോലും മനസ്സിലാവില്ല, മുഖം അത്രയ്ക്ക് അറിയാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്ലറായിരിക്കും. അന്നൊക്കെ നമ്മൾ കണ്ണട വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ ഇതാണെങ്കിൽ ഇല്ലെങ്കിലുള്ള അവസ്ഥയെന്ന് വെച്ചാൽ ആരെയും തിരിച്ചറിയാൻ പോലും പറ്റില്ല. അടുത്ത് വരണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അടുത്ത് വന്നാൽ നിങ്ങളാണ് കൈ കാണിച്ചത് എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇനിയിപ്പോൾ അടുത്ത ഉടനെ ഈ വർഷത്തെ ചെക്കപ്പും കൂടെ കഴിയുമ്പോൾ അറിയാം ലേസർ ചെയ്യണോ വേണ്ടെന്നുള്ള ഡോക്ടർ കൺഫേം ചെയ്ത് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള എന്തായാലും കണ്ണടയുടെ തിക്നെസ് കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഇവളുടേത്. എനിക്ക് വേറെ കുഴപ്പമില്ല, എനിക്കിപ്പോഴും 1 point something ആണ് പവറിൽ നിൽക്കുന്നത്. എനിക്ക് ഇനിയും കൂടിയാ മറ്റേ പച്ചക്കുതിരയിലെ അവസ്ഥയായി, ദിലീപിന്റെ അവസ്ഥ. അതുകൊണ്ട് ആരും കണ്ണട വെക്കണമെന്ന് ആഗ്രഹിക്കരുത്, അതൊരു അംഗവൈകല്യമാണ്. പക്ഷേ കണ്ണട ആരും അങ്ങനെ ഒരു കുറച്ചിലായിട്ട് കാണത്തില്ല, എന്നാലും പറഞ്ഞത്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.